ഹായ്. അപ്പോൾ ഇന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. പക്ഷേ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോയിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ എൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഉപയോഗിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. സ്നേഹത്തെ പറ്റി സംസാരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് സ്നേഹമില്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളമില്ലാതെയും വായുവില്ലാതെയും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത്. പലർക്കും ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളെപ്പോഴും സ്നേഹം ക്രേവ് ചെയ്യുന്നുണ്ട്. ഇതിന് കാരണമായിട്ട് രമണ മഹർഷിയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ ഒരു ശുദ്ധ ബോധത്തിൽ എത്താനാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം അവിടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സും സന്തോഷവും സ്നേഹമാണുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെമ്പൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമ്മളെപ്പോഴും ട്രൈ ചെയ്യണം ആ സ്നേഹത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതെത്താത്തടത്തോളം നമ്മളിങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്നേഹം, സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓടി നടക്കും. നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തതിന് വേണ്ടിയിട്ട്. നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുത്താനായിട്ടും അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടും നമ്മൾ ഒരുപാട് വലിയ വലിയ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. ഒരല്പം നേരത്തെ അറ്റൻഷൻ കിട്ടാൻ, ഒരല്പം നേരത്തെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരാൾ നമുക്കൊരു അറ്റൻഷൻ തരുമ്പോൾ ശരിക്കും ആൾ അവയർനെസ്സോട് കൂടിയാണ് തരുന്നതെങ്കിൽ നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റും. അത് അവയർനെസ്സിൻ്റെ ശക്തി അതാണ്. ബോധത്തോടു കൂടി ചെയ്യുന്ന കോൺഷ്യസ് ആക്ഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത് നമ്മളല്ലാതായി ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഒരാളെ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങളായി കാണിക്കും. നമ്മൾ ഒരുപാട് ചേഞ്ചുകൾ വരുന്നു നമ്മുടെ ഉള്ളിൽ. അപ്പോൾ എന്താണ് അവിടെ ബേസിക്കലി സംഭവിക്കുന്നത്? നമ്മുടെ അവയർനെസ് ഷേക്ക് ആവുകയാണ്. കാരണം നമ്മുടെ ടു ജസ്റ്റ് ബി എന്ന് പറയുന്നത്, നീയായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വ്യതിചലിച്ച് പോവുകയാണ്. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് എന്നെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ അവൻ എന്നെ ഇഷ്ടപ്പെടണം, എൻ്റെ അമ്മായി അമ്മേനെ സ്നേഹിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ചേച്ചി എന്നെ സ്നേഹിക്കണം, നാത്തൂൻ പോരുണ്ടാവാൻ പാടില്ല, സ്വത്ത് തർക്കം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരെയും അൾട്ടിമേറ്റ്ലി നമുക്ക് സ്നേഹമാണ് വേണ്ടത്. അത് കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും നമ്മളല്ലാതായിരിക്കും. ഇതിന് രണ്ട് വശമുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ആളുകളിൽ നിന്ന് സ്നേഹം ക്രേവ് ചെയ്യും, ചിലപ്പോൾ ഒബ്ജക്ട്സിൽ നിന്ന് സ്നേഹം ക്രേവ് ചെയ്യും. അതായത് നമ്മൾ ഇതിലേക്ക് പോവും, പണം ഉണ്ടാക്കാൻ വേണ്ടി പോവും, കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ മേടിക്കും, ഭംഗിയുള്ള ഡ്രസ്സുകൾ മേടിക്കും, ഓർണമെൻറ്റ്സ് മേടിക്കും, ഫോണുകൾ മേടിക്കും. കാരണം അതിൽ ആ ഒരു മൊമെൻ്ററി ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്ക് കിട്ടും. അത് നിലനിൽക്കില്ല, നമുക്കതറിയില്ല. നമ്മൾ കുറച്ച് നേരത്ത് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മൊമെൻ്ററി സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മളത് മേടിക്കുന്നത്. എന്നിട്ട് ആ മൊമെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ വീണ്ടും സഫർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥാനത്തിലോട്ട് പോകും. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം സ്നേഹം ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ യാഥാർത്ഥ്യത്തിലാണ് സ്നേഹമുള്ളത്. അവിടെയാണ് ഒരു പ്യുവർ അവയർനെസ്സിലാണ് ഏറ്റവും വലിയ സ്നേഹമുള്ളത്. അത് നമ്മൾ വ്യക്തികളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ എത്ര നോക്കിയാലും കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കൂടുതൽ സഫർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശുദ്ധബോധത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റാണ്. ഇനി അല്ലാത്തൊരു കാര്യം പറയാം. നോക്കൂ, നമ്മളല്ലാതായി ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ? കാരണം അവർക്ക് അപ്പോഴും നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇമേജ് എന്താണോ ആ ഇമേജിനാണ് ഇഷ്ടം. അല്ലാതെ നിങ്ങളോട് അവർക്ക് യാതൊരു സ്നേഹവുമില്ല. നിങ്ങൾ പണക്കാരനായതുകൊണ്ട് നിങ്ങൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ആ റെസ്പെക്റ്റിന് എന്ത് വിലയാണുള്ളത്? ഒരു വിലയുമില്ല. കാരണം നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നത് പണത്തിനാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ചെയ്യുന്നത്. കാരണം ആ പണം അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അവർക്കൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒരു മൊമെൻറ്റിൽ കൊടുക്കുന്നത് കൊണ്ടാണ് അവരും ഇത് ചെയ്യുന്നത്. ഇതിന് പല വെർഷനുണ്ട്. നിങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാറുണ്ടോ? നിങ്ങൾ ഇന്ന മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാറുണ്ടോ? എന്ത് വാല്യൂ ആണുള്ളത്? നിങ്ങളുടെ മതത്തിലുള്ള ഒരാൾ നിങ്ങളെ തോളിൽ കേട്ടാൽ നീ നമ്മുടെ ആളാണ്, അതുകൊണ്ട് നീ നമ്മുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന മൊമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾക്ക് നിങ്ങളെ യാതൊരു വിലയുമില്ല, യാതൊരു സ്നേഹവും നിങ്ങളോടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ആയ നിങ്ങളുടെ മതം, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി, അല്ലെങ്കിൽ നിങ്ങളുടെ പണം, ഇതാണ് അവരെ ഇമ്പ്രസ് ചെയ്യുന്ന സാധനം. അവരും ഇതുപോലൊരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. ദേ ആർ ഓൾസോ സഫറിങ് എന്നുള്ള സത്യമാണ്. നമുക്ക് എത്ര വലിയ മതവിശ്വാസിയായാലും, എത്ര വലിയ മതമൗലികവാദിയായാലും, എത്ര വലിയ ജാതിവാദിയായാലും, ഏത് ജാതിയിലെ ഏറ്റവും വലിയ കുലത്തിൽപ്പെട്ട ആളായാലും നിങ്ങൾക്കൊരിക്കലും സന്തോഷം കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ആ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട എല്ലാവരും സ്വസ്ഥതയോടുകൂടി, സമാധാനത്തോടുകൂടി, പ്യുവർ അവയർനെസ്സിലിരിക്കണം. സംഭവിക്കാറില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ചുറ്റുമുള്ള ദൈവങ്ങൾ വരെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളീ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ അവയർനെസ് അത്രയും താഴേക്ക് പോയിരിക്കുകയാണ്.
കാരണം ഇവിടെ സ്നേഹം നമുക്ക് ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എല്ലാ മനുഷ്യരിലും സംഭവിക്കാറില്ലെങ്കിലും നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ കുറച്ചും കൂടി അവയർനെസ് അല്ലെങ്കിൽ ബോധം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ബോധം ഇപ്പോൾ ഒരുപാട് താഴേക്ക് പോയി എന്നുള്ള സത്യമാണ്. അതിൻ്റെ പ്രധാന റീസൺ ഈ വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാനൊക്കെ ഇത് കവർന്നെടുക്കുകയാണ്. നമ്മൾ ഈ പുറമേ ഉള്ള കാര്യങ്ങളോട് നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്നതിന് പകരം നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ട് സാറ്റിസ്ഫാക്ഷൻ എടുക്കുകയാണ്. ഞാൻ ആത്മീയ യാത്രയിലാണെന്ന് വിചാരിക്കുന്ന മെജോറിറ്റി ആൾക്കാർ പോലും ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ എന്നെ പോലെ സിമിലറായിട്ട് ആരെങ്കിലും ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരു മൊമെൻ്ററി സാറ്റിസ്ഫാക്ഷനാണ് അവർ പോലും എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സമയം കൂടി നഷ്ടപ്പെടുമെന്നുള്ളതല്ലാതെ യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല. അപ്പം ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഫോറിലാണെങ്കിൽ ഒൺലി ഫാൻസ് തൊട്ട് തുടങ്ങി ഫുഡ് ഫെറ്റിഷ് വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഫൺ വിത്ത് ഫീറ്റ് പോലുള്ള സൈറ്റുകൾ വരെ ഉണ്ട്. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം നമ്മുടെ അറ്റൻഷനാണ് കാർന്നെടുക്കുന്നത്. നമ്മുടെ അവയർനെസ്സിനെ മോഷ്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ അവയർനെസ്സിനെ ഇവരെല്ലാവരും മോഷ്ടിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അവയർനെസ് നാരോ ചെയ്യപ്പെടും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ ഡള്ളാവാൻ തുടങ്ങും. ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കുന്ന കാര്യമാണിത്. നമ്മുടെ ബ്രെയിൻ പയ്യെ 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 ഭയങ്കര റെപ്പറ്റേറ്റീവും ഡള്ളുമായി ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റാത്ത, നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു 5 ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ബോറടിക്കാതിരുന്ന് വായിക്കാൻ എത്ര പേർക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ അറ്റൻഷൻ ഇങ്ങനെ പുറത്തോട്ട് കൊടുത്ത് എൻ്റർടൈൻമെൻറ്റിന് കൊടുത്ത് മൊമെൻ്ററി ആയിട്ടുള്ള ഫണ്ണിന് കൊടുത്ത് ആ ഒരു ഡോപ്പാമിൻ്റെ റൈസ് ഡൗൺ ഇങ്ങനെ സംഭവിച്ച് ബ്രെയിൻ എപ്പോഴും സ്റ്റിമുലേഷൻ വേണം. സ്റ്റിമുലേഷൻ ഇല്ലാതെ ബ്രെയിൻ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ആ സുഖം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ശരിക്കും ഇതൊരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ ഒരു മറ്റേ ഹാംസ്റ്റർ വീല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാംസ്റ്റർ വീലിനകത്തൊരു ഹാംസ്റ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ആ വീലിങ്ങനെ കറങ്ങും. ഹാംസ്റ്റർ ഓടുന്നതോറും വീല് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഹാംസ്റ്റർ എങ്ങും എത്തില്ല. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്റ്റിമുലേഷൻ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കുക അത്രത്തോളം ബ്രെയിൻ ഡള്ളാവുമെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരിക്കലും ഒരു ശുദ്ധമായ ബോധമോ സ്വസ്ഥമായ മനസ്സോ സ്നേഹവും സമാധാനമുള്ള ജീവിതമോ അച്ചീവ് ചെയ്യാൻ പറ്റത്തേയില്ല. ഈ ഒരു സോഷ്യൽ മീഡിയയുടെയും മറ്റ് ടെക്നോളജിയുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി പണ്ടൊക്കെ മൂവ്മെൻറ്റിനൊരു അവയർനെസ് ഉണ്ട്. നമ്മൾ അവയർനെസ്സോട് കൂടി മൂവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം അവയർനെസ് ഇല്ലാതെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും കുറച്ചൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് മൂവ് ചെയ്ത് പോകും. എന്നാൽ നമ്മുടെ റിയൽ ലൈഫിലെ മൂവ്മെൻറ്റ് തന്നെ കുറവാണെങ്കിൽ ആ കുറച്ച് കിട്ടുന്ന കോൺഷ്യസ് മൂവ്മെൻറ്റ് പോലും ഇല്ലാതാവുന്നു. മൈൻഡ്ഫുള്ളായി നമുക്കിതൊക്കെ കൂട്ടാൻ പറ്റും. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പം മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയോ അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ ഒന്നും വിചാരിക്കാത്ത ഒരാൾക്ക് അയാൾ ഡെയിലി ഒരുപാട് മൂവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ മൂവ്മെൻറ്റിൽ അയാൾ കോൺഷ്യസ് ആവും. അയാളുടെ മൂവ്മെൻറ്റിൽ അവയർനെസ് സംഭവിക്കും. ഓട്ടോമാറ്റിക്കലി സംഭവിക്കും, അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കും. അതേസമയം അതേ ആൾ തന്നെ മൊമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും സെഡൻഡറി ആയിട്ടൊരു ജീവിതവും ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലും ഈ ടെക്നോളജിയിലും ഒക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ തന്നെ കുറവാണ്. അങ്ങനെ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് ആക്സിഡൻ്റലായിട്ട് അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആയി സ്വാഭാവികമായി കിട്ടുന്ന കോൺഷ്യസ് മൂവ്മെൻറ്റും അവയർനെസ്സും പോലും അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ഒരു അവയർനെസ്സിൻ്റെ ലെവൽ കുറച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവൽ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം പോകുന്നത്. നമ്മളെപ്പോഴും ദേഷ്യമുള്ള ആൾക്കാരായിട്ട് മാറും. നമുക്കെപ്പോഴും വാശിയുള്ള ആൾക്കാരായിട്ട് നമുക്ക് മാറും. നമ്മുടെ ഉള്ളിൽ തീവ്രവാദം വളരും, നമ്മുടെ ഉള്ളിൽ വർഗീയത വളരും, നമ്മുടെ ഉള്ളിൽ ജാതീയത വളരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കണ്ടീഷനിങ് മോശമാകുമ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ബ്രെയിൻ ഒരു ആൻറ്റിന പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമ്മൾ അബ്സോർവ് ചെയ്യുന്ന തോട്ട്സുകളെല്ലാം വളരെ നെഗറ്റീവായിരിക്കും. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ജാതീയത, തീവ്രവാദം, വർഗീയത ഇത് തന്നെ ആവണമെന്നില്ല. ഈ ഫിസിക്കലായിട്ടുള്ള അബ്യൂസിങ്, സെക്ഷൽ ആക്ടിവിറ്റീസ്, സെക്ഷൽ പെർവേർഷൻ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അബ്സോർവ് ചെയ്യാൻ സാധ്യത കൂടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ലോകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പണ്ടും ഇതെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി അവയർനെസ് ഉണ്ടായിരുന്ന ആളുകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു അളവ് കുറവായിരുന്നു. ഇന്ന് അളവ് കൂടി. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ അവയർനെസ്സിൻ്റെ ലെവൽ വളരെ കുറഞ്ഞിരിക്കുന്നു. പണ്ട് ടെക്നോളജി ഇല്ലായിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ പണിയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അല്പനേരമെങ്കിലും വെറുതെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ആരും വെറുതെ ഇരിക്കാറില്ല. ഞാൻ വെറുതെ ഇരിക്കുന്നു എന്നൊരു വ്യക്തി പറയുമ്പോൾ ശരിക്കും അയാൾ വെറുതെ ഇരിക്കാതെ അയാൾ ഫോണിൽ റീൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് നമ്മുടെ അവയർനെസ്സിൻ്റെ ലെവൽ കുറയ്ക്കുകയും നമ്മുടെ ബ്രെയിനെ ഡള്ളാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹേറ്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, വെറുപ്പ് വളർന്നുകൊണ്ടിരിക്കും. ഒരു സയൻറ്റിഫിക് ലെവലിൽ പറയുകയാണെങ്കിൽ വെറുപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അത് എപ്പോഴും ഉണർത്തി നിർത്തുകയും അതുകൊണ്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് വരുമെന്ന് സയൻസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്.
അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. സ്ട്രെസ്സിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ദേഷ്യം, വെറുപ്പ്, ഒരു ഹേറ്റ്രഡ് എപ്പോഴും നമ്മളോട് സ്ട്രെസ്സ് വളർത്തും. പിന്നെ നമുക്ക് ഈ ഒരു ദേഷ്യം, വാശി, നമുക്ക് റിവെഞ്ച് എടുക്കണം. ഒരാൾ നമ്മുടെ അടുത്തൊരു മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് റിവെഞ്ച് എടുക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ട്രെൻഡ് ഇങ്ങനെ കണ്ടായിരുന്നു. അവർ വിചാരിക്കുന്നു ഞാൻ റിവെഞ്ച് എടുക്കുന്നു, പക്ഷേ എൻ്റെ പ്ലേലിസ്റ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ആ പ്ലേലിസ്റ്റ് എന്താണ്? പുനരവിജനനം, പുനരവിമരണം. അതാണ് പ്ലേലിസ്റ്റ്. ഐ എം നോട്ട് എ ഗുഡ് സിംഗർ, നോട്ട് ദ പോയിൻ്റ്. അപ്പോൾ അത് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടി വീഡിയോ ഇടുന്നതല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യം. കാരണം നമ്മുടെ കർമ്മത്തിൻ്റെ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ നിന്ന് പ്യുവർ കോൺഷ്യസ്നെസ്സിലോട്ട് പോവുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് ബേസിക്കലി അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ അത് എത്ര പേർക്ക് അറിയാം? ഇവിടെ ആളുകൾ ഈ വെറുപ്പ് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ നേടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാരണം, നമുക്ക് ഈ ഷോർട്സിലും റീൽസിലും ഇത്തരം കാര്യങ്ങളിലും ഒക്കെ കിട്ടുന്ന സുഖം പിന്നീട് പോരാതെ വരും അല്ലേ? ബ്രെയിൻ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാകും ഈ സ്റ്റിമുലേഷൻസ് ഒന്നും പോരാതെ വരും. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ വേണമെന്നാവും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നോർമാലിറ്റിയിൽ സെക്സ് ചെയ്താൽ പോലും സുഖം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ഡള്ളായി പോയി, നമ്മുടെ അവയർനെസ്സിന് ലെവൽ കുറഞ്ഞു. നമുക്ക് നോർമലി നല്ല അവയർനെസ്സോടുകൂടി സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സെക്ഷൽ സുഖം കിട്ടാൻ പോലും നമുക്ക് ഈ ഒരു അവയർനെസ് വളരെ അങ്ങോട്ട് ഹൈപ്പ് ചെയ്യേണ്ടി വരും. ഹൈപ്പ് ചെയ്യാനായിട്ട് പലരും ഉപയോഗിക്കുന്നത് ഈ ടാബു ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പെർവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് വളരെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ അവയർനെസ്സിൻ്റെ ലെവൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നോർമൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ അവരുടെ പാർട്ട്ണറിനെ ശാരീരികമായി ഉപദ്രവിക്കുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോഴായിരിക്കും ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഒരു സുഖം ഉണ്ടാകുന്നത്. അവരുടെ ആ ഒരു അവയർനെസ്സിൻ്റെ ലെവൽ താഴ്ന്നു പോകുന്നതിൻ്റെ ഉദ്ദേശമാണ്. ഇന്ന് ഇത് പണ്ട് റെയറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്ന് ഒരു 80% ആൾക്കാരിലേക്ക് ഇത് കാണപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസൺ വേറൊന്നുമല്ല, നമ്മുടെ ബ്രെയിൻ ഡള്ളാകുന്നത് കൊണ്ടാണ്. നമ്മുടെ ഈ സ്ഥൂല ശരീരം ഈ കോൺഷ്യസ്നെസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു കർമ്മം നമുക്കുണ്ട്, കർമ്മം സംഭവിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ തന്നെ ഒരു ഭാഗമായിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇന്ന് മുതലെങ്കിൽ നിങ്ങൾ അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കൂ, കോൺഷ്യസ് ആയിരിക്കാൻ ശ്രമിക്കൂ. നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഇങ്ങനെ വിതർ ചെയ്ത് വരും. പക്ഷേ സ്നേഹം സ്വാഭാവികമായി സംഭവിക്കും. നമ്മുടെ ഉള്ളിലൊരു സ്നേഹത്തിൻ്റെ ഒരു തളം കെട്ടലുണ്ടാകും. അതുണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് സ്നേഹം തോന്നും. നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലായിട്ട് ലവ് മറ്റുള്ളവരോട് തോന്നുമ്പോഴാണ് അവർക്ക് നമ്മളോടും ആ സ്നേഹം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സ്നേഹം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ വൈബ്രേഷൻ ഫീൽ ചെയ്ത് വേണം ആളുകൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകാൻ. അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യം, പണം, നിറം, ആരോഗ്യം, മസിൽസ്, ഇനി ഇതിനും അപ്പുറത്ത് വേറെ എന്തെങ്കിലും ടാലൻ്റൊക്കെ കണ്ടിട്ടാണ് ഒരാൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്നതെങ്കിൽ അത് ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് വിൽ നെവർ ലാസ്റ്റ്. നിങ്ങൾ കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പറ്റിച്ച് നിങ്ങളെ കൂടെ നിർത്തി അയാളെ കല്യാണം കഴിച്ച് ഒരു മക്കളെയൊക്കെ ഉണ്ടാക്കി 100 വർഷം ഒരുമിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ സാധിക്കും. പക്ഷേ അപ്പോഴും അവിടെ സംഭവിക്കുന്ന ആക്ടിവിറ്റി പ്രേമമാണ്, പ്രണയമാണ്, സ്നേഹമാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ സ്വയം ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ യാഥാർത്ഥ്യം അതൊന്നുമല്ല. യാഥാർത്ഥ്യം സ്നേഹമായിരുന്നില്ല അവിടെ സംഭവിച്ചതെന്നാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹം അറിയണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ശരിക്കും സ്വാഭാവികമായിട്ട് സ്നേഹം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അവയർനെസ് വേണം, നമുക്ക് നല്ല ബോധം വേണം. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബോധത്തോടു കൂടി ചെയ്താൽ മാത്രമേ അതിനൊരു ഭംഗിയും മനോഹാരിത ഉണ്ടാവും. ഇനി ബോധത്തോടു കൂടി ഞാൻ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നാളെ മുതൽ ഞാൻ കളിക്കാൻ പോകാം എന്നാരും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പല്ല് തേക്കുന്നത് തൊട്ട് തുടങ്ങി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കാര്യം പോലും നിങ്ങൾക്ക് കോൺഷ്യസ് ആയി ചെയ്യാൻ സാധിക്കും. അവയർനെസ്സോടുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യാന്ത്രികമായി എന്തൊക്കെയോ ആലോചിച്ച് എന്താണ് കാണുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ പോലും കേൾക്കാതെ നിങ്ങൾക്ക് വീഡിയോ കാണാം, കോൺഷ്യസ് ആയി വീഡിയോ കാണാം. നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വീഡിയോ കാണുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, കോൺഷ്യസ് ആയി വീഡിയോ കാണാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ബി അവെയർ, അത്രയേ ഉള്ളൂ. അവെയർനെസ് വളരെ സിമ്പിളാണ്. അതേസമയം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കാണാതെ പഠിക്കുകയും ഞാൻ കോട്ട് ചെയ്യുന്ന ചില സെൻറ്റൻസുകൾ എടുത്ത് ഓർത്ത് വെച്ച് മനനം ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല. ഏതാണ് പറയുന്നത്, ഡോണ്ട് ട്രൈ ടു ലേൺ, ജസ്റ്റ് ഫീൽ. ഞാൻ പറയുന്നത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉപയോഗം ഉണ്ടാവില്ല.
നമുക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ആ ഒരു കോൺഷ്യസ് ലെവൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ആദ്യം കുറയാൻ പോകുന്ന ഒരു കാര്യം തീവ്രവാദമാണ്. കാരണം നമുക്ക് തീവ്രവാദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തീവ്രവാദം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതമോ ഐഡിയോളജിയോ ആണ് സുപ്പീരിയർ എന്ന് വിചാരിക്കുന്നു. അത് മത തീവ്രവാദവും ഉണ്ട്, അല്ലാത്ത തീവ്രവാദമുണ്ട്. സുപ്പീരിയർ എന്ന് വിചാരിക്കുകയും അത് സുപ്പീരിയർ ആണെന്ന് തോന്നുന്നത് കൊണ്ട് മറ്റ് റിലീജിയനിൽ വിശ്വസിക്കുന്ന ആളുകളോട് നമുക്കൊരു ദേഷ്യം ഉണ്ടാവുകയും അവരെ ചിലപ്പോൾ കൊല്ലാനും അല്ലെങ്കിൽ നമുക്ക് ബലമായി അവരെ കൺവേർട്ട് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ തോന്നലുണ്ടാവും. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺഷ്യസ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഇടപഴകുന്ന ആളുകളുടെയും കോൺഷ്യസ് ലെവൽ റൈസ് ചെയ്യും. ഈ കോൺഷ്യസ് ലെവൽ റൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം അതാണ്. നമ്മുടെ ഓപ്പൺനെസ് കൂടും. നമ്മൾ ഒരു പ്രത്യേക വിശ്വാസത്തിൽ പ്രത്യേക ഐഡിയോളജിയിൽ കടിച്ചു തൂങ്ങി കിടക്കാതെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ തലതല്ലിച്ചാകാതെ നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കാൻ സാധിക്കും. നമ്മൾ എന്തും സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കും. ഇപ്പം നമ്മളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ബലമായി പിടിച്ചു കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ആൾ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകില്ല. ഈ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ചൊല്ല് തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതേസമയം നമ്മൾ കോൺഷ്യസ് ആയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയുന്നതിൽ നല്ലൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മളറിയാതെ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫീലിങ്സിനാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മുടെ തോട്ട്സിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഫീലിങ്സിനെ ആയിരിക്കും. നമ്മളെ മതവിശ്വാസവും മറ്റ് പല വിശ്വാസങ്ങളും കൊച്ചിലെ വീടുകളിൽ നിന്ന് ട്രെയിൻ ചെയ്ത് വരുന്നതാണെങ്കിലും പിന്നീട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ഏത് തരത്തിലാണോ അത് നമ്മുടെ ആ ഒരു ഫീലിങ്ങുകളെ ഡിപ്പെൻഡ് ചെയ്യും. അതേസമയം നമ്മുടെ ഓപ്പൺനെസ് വളരെ വാസ്റ്റും വൈഡുമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് അപ്പുറമുള്ള യാഥാർത്ഥ്യം പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്നിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ഭയങ്കരമായ ഹേറ്റ് ഉണ്ടെങ്കിൽ രണ്ട് കാര്യം ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഒന്നുകിൽ നിങ്ങൾ അയാളെ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടാം. അത് ആര് തന്നെ ആയാലും, നിങ്ങളെ അച്ഛനോ അമ്മയോ കാമുകിയോ കാമുകനോ ഒക്കെ ആയാലും ഭാര്യയോ ഭർത്താവോ ആയാൽ പോലും ഒഴിവാക്കി വിടുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള സമാധാനവും സ്വസ്ഥതയും സ്നേഹം അനുഭവിക്കാനും സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാരണം. ഇനി അങ്ങനെ വിടാൻ നിങ്ങൾ തയ്യാറല്ല, യു വാണ്ട് ടു ഗിവ് ദം എ ചാൻസ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിരിക്കുക, ബോധത്തോടു കൂടി ഇരിക്കുക, അവയർനെസ്സോടു കൂടി അവരോട് പെരുമാറുക എന്നുള്ളതാണ് ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ട് കാണാതെ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കെന്തായാലും ഗുണമുണ്ടാവും, നിങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നോക്കൂ, എൻ്റെ ബോധം അല്ലെങ്കിൽ എൻ്റെ അവയർനെസ് റൈസ് ആവുന്നതിന് മുമ്പ്, എൻ്റെ അവയർനെസ് വളരെ ലോ ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അതൊരു വേറെ ഒരാളാണ്, ഞാൻ അയാളോട് എന്തിനു സംസാരിക്കണം, എന്തിനു പെരുമാറണം, അയാൾക്ക് പറയാനുള്ള ഞാൻ എന്തിനു കേൾക്കണം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അവയർനെസ്സിന് എപ്പോഴാണ് ഒരു റൈസിങ് സംഭവിച്ചതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ സമയം മുതൽ എനിക്കൊരു ഓപ്പൺനെസ് ഉണ്ട്. കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളെ വഴിയിൽ കാണുമ്പോൾ പോലും അയാൾ എന്നിൽ നിന്ന് വിഭിന്നമാണെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ തന്നെയാണ് അതെന്ന് എനിക്കറിയാം. എന്നെപ്പോലൊരാൾ തന്നെയാണ് അത്. എൻ്റെ ചിന്തകളും എൻ്റെ മനസ്സും വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണത്. അയാളുടെ വിധി അനുസരിച്ച്, അയാളുടെ കർമ്മം അനുസരിച്ച്, അയാളുടെ സാഹചര്യങ്ങളനുസരിച്ച്, അയാളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അയാളുടെ ചിന്തകളും സ്വഭാവവും പ്രവൃത്തിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാൽ പോലും അതും ഞാൻ തന്നെയാണ്. കാരണം ഇവിടെ എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന സാധനം ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. ഈ സെൽഫ് ഐഡൻറ്റിറ്റി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, എല്ലാത്തിലും ഒന്നേ ഉള്ളൂ. അപ്പോൾ അയാളും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളോട് എനിക്ക് അനായാസമായി സംസാരിക്കാൻ സാധിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ക്വാളിറ്റി വളർത്തുന്ന ഒരു പേഴ്സണാലിറ്റി ട്രെയിനിങ്ങിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ ഇങ്ങനെ ആവണം, ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഒരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അതിന് ശ്രമിക്കാറില്ല. ഞാൻ ശ്രമിച്ചിരുന്നൊരു കാര്യം വേറൊന്നുമല്ല, ബോധത്തോടു കൂടി ഇരിക്കാൻ, കോൺഷ്യസ് ആയിരിക്കാൻ, മൈൻഡ്ഫുൾനെസ് ആയിരിക്കാൻ, അവയർനെസ്സോട് കൂടി ഇരിക്കാൻ, ശ്രദ്ധയോട് കൂടി ഇരിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ പറയില്ല, ഞാൻ ഈ വീഡിയോ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ടോക്കിങ്, ഞാൻ വെറുതെ സംസാരിക്കുകയായിരുന്നു. ആ സംസാരം എവിടെ നിന്നാണോ വരുന്നത് അതാണ് എൻ്റെ ഹൃദയം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.